അങ്ങോട്ട് ചെന്ന് ഇതിനെക്കുറിച്ചൊന്ന് ചോദിച്ച സമയത്ത് എനിക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു തന്ന സമയത്ത് ഞാനൊന്ന് പഠിക്കാൻ ശ്രമിച്ച സമയത്ത് ഇന്ന് ലോകത്ത് തന്നെ എന്ന് പറയാം, ലോകത്ത് തന്നെ സാധാരണക്കാരായ ഒരാൾക്ക് ഒരു മുതൽ മുടക്കോ മറ്റോ ഇല്ലാതെ ബിസിനസ് ചെയ്ത് അത്യുന്നതങ്ങളിൽ എത്താൻ കഴിയുന്ന ഒരു പ്രൊജക്ട് ഇതല്ലാതെ മറ്റൊന്ന് ഇന്ന് ലോകത്തുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏതൊരു പ്രൊജക്ട് ആണെങ്കിലും വലിയ രീതിയിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ ലക്ഷങ്ങൾ മുടക്കണം. നമ്മൾ ആ ലക്ഷങ്ങൾ മുടക്കിയാൽ തന്നെ അത് എന്ന് ഇതിലേക്ക് കിട്ടും, അതിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് നമുക്ക് ഒന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഒരു 50,000 ഈ പ്രൊഡക്റ്റ് വാങ്ങി നോക്കുകയാണെങ്കിൽ ഈ 50,000 വാങ്ങി വിറ്റാൽ ഒരു 20,000 ലാഭം കിട്ടും എന്നാണ് മനസ്സിലാവുന്നത്. അതിലിപ്പോ നമ്മൾ ആ സാധനം വലിയ റേറ്റിനൊന്നും കൊടുക്കേണ്ട, കമ്പനി ഒന്നും കുറച്ച് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ നമ്മളടുത്ത് വാങ്ങുക. അപ്പൊ നമ്മളത് ഒരു 10-20 പകുതി കുറച്ച് കൊടുക്കാന്ന് വെച്ചാലും മുടക്ക് മുതലും അതിലൊരു ചെറിയൊരു ലാഭം നമുക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. ഇനി ഏതെങ്കിലും രീതിയിൽ ഈ കമ്പനി നാളെ ഇവര് പരിപാടി കച്ചവടം കൂട്ടി അവർക്ക് അത്യാവശ്യം സമ്പാദ്യമൊക്കെ ഇനി വേണ്ട എന്ന് വെച്ചാൽ പോലും നമ്മൾ കൊടുത്ത് എമൗണ്ടിനുള്ള സാധനം നമ്മുടെ വീട്ടിലുണ്ടാവും. അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാം. 3 വർഷം വരെയൊക്കെ ഗ്യാരണ്ടിയുള്ള പ്രൊഡക്റ്റുകളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ 3 വർഷത്തിലേക്ക് നമുക്ക് ഉപയോഗിച്ച് തീർത്ത് നമ്മുടെ കാശ് നമുക്ക് മുതലാക്കി എടുക്കാം എന്നുള്ളൊരു ധൈര്യം കൂടി ഇതിലുണ്ട്. ഒരു ഉറുപ്പിക നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു മെമ്പർഷിപ്പിന് പോലും 1 രൂപ പോലും കൊടുക്കേണ്ടതില്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളതൊന്ന് മനസ്സിലാക്കാൻ, കൂടുതൽ ആളുകൾ മനസ്സിലാക്കിയ ആളുകൾ തന്നെയാണ്. അപ്പൊ ഈ പരിപാടി ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കൂടെ ആളുകൾ ശ്രമിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ദൗത്യം ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വലിയ തിരക്കിനിടയിൽ. ഇപ്പോൾ എന്നോട് പറഞ്ഞത് കോഴിക്കോട് ഒന്ന് മന്ത്രിസമ്മേളനത്തിന് തിരക്കുകളുണ്ട്, മറ്റൊന്ന് കോഴിക്കോട് വലിയ എന്തൊക്കെ പരിപാടികളായിരുന്നു. അപ്പൊ അവിടുന്ന് ഇവിടേക്ക് നമ്മുടെ ഈ ഒരു ക്ഷണം സ്വീകരിച്ച് മാത്രമല്ല ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ മലപ്പുറം സ്പിന്നിംഗ് ചെയർമാനായിട്ടുള്ള നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ഈ മഹിള പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട യൂസുഫാജിയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ കോർഡിനേറ്റർ, നമ്മുടെ സ്റ്റേറ്റ് ലീഡറായിട്ടുള്ള റഷീദ് സാറാണ്. റഷീദ് സാർ കലറാന്തിരി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ മഹലിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പാട്ടൂർ അബൂബക്കർ ഹാജി, അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വാർഡിന്റെ മെമ്പറും എന്റെ സഹോദരനുമായിട്ടുള്ള VP അഷ്റഫ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നമ്മുടെ തൊട്ടടുത്ത അങ്ങാടിയിൽ ഉൾക്കൊള്ളുന്ന വാർഡിന്റെ മെമ്പറായിട്ടുള്ള വഹീദ കയ്യശ്ശേരി, അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രദേശത്തെ യുവാക്കളുടെ സാന്നിധ്യവും MSFന്റെ സ്റ്റേറ്റ് ലീഡറൊക്കെ ആയിട്ടുള്ള KT റൌഫിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. DYFIയുടെ പ്രതിനിധിയായിട്ട് ബിജു ഒന്ന് 2 സമയത്തിനകം ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്കെല്ലാം വേണ്ടപ്പെട്ട സ്വാഗതം ചെയ്യേണ്ടതില്ല എങ്കിൽ പോലും ഔദ്യോഗികത്തിന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ബിജു സാർ. നമുക്കറിയാം ITC എന്ന് പറയാം, അതായത് ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ എന്നൊരു പദവിയിലേക്ക് എത്താൻ പോകുന്ന ഇന്ന് വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എന്നാണ് നമുക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ആ സ്ഥാനം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തും. ബുധനാഴ്ചയാണ് അതിലൊരു ക്ലോസിംഗ് ടൈം. ആ ഒരു സന്തോഷത്തിലും കൂടിയാണ് നമ്മളുള്ളത്. അതെന്നാൽ ബിജു സാറിനെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് ഉമർ സാർ നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. നമ്മൾ പറയുന്ന ഉമർ മൗലവി. ഈ ഉമർ മൗലവി പഴയ ഉമർ മൗലവി ഒന്നും അല്ല എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. റേഞ്ച് കുറച്ച് ടോപ്പിലാണുള്ളത്. അപ്പോ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാവില്ല. NTC എന്ന് പറയുന്നത്, അതായത് നാഷണൽ ടീം കോർഡിനേറ്റർ എന്നൊരു അത്യുന്നത സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ പല സ്ഥലങ്ങളിലും ഇവിടെ എത്തിയിട്ടുള്ള ആളുകളുണ്ട്. ഇതിന്റെ സാബിത് സാറ് നമ്മുടെ ലീഡർ തന്നെയാണ്. പിന്നെ സാറിന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ലീഡറായിട്ടുള്ള മാഡം ഉണ്ട്. അങ്ങനെ കുറെ ആളുകളുണ്ട്. പിന്നെ നമ്മുടെ അയൽവാസികൾ, നാട്ടുകാരെ, അങ്ങനെ ഒരുപാട് ആളുകളോട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും ആളുകൾ എത്താനുണ്ട്. അടുത്ത കുറച്ച് ആളുകളുണ്ട്. എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കാൻ വേണ്ടി റഷീദ് സാറിനെ ക്ഷണിച്ചു. മുർസാന്റെ അടുത്ത് ഒരു പേസ്റ്റ് വാങ്ങിയാണ് ബസ്സിൽ വന്നത്. ഞങ്ങള് മുമ്പേ ഒരു 2000 മുതലുള്ള ബന്ധമാണ്. പന്നൂർ ഞങ്ങൾക്ക് ആദ്യം കച്ചവടം ഉണ്ടായിരുന്നു. ശിവന്റെ കടയിലുള്ള സമയത്ത് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു ഹാർഡ്വെയർ ഷോപ്പ് സഫ. ആ സമയത്തുള്ള ബന്ധമാണ്. ശേഷം ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് ഒരു പേസ്റ്റ് വാങ്ങി വന്ന ആളാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ വന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ട്രഡീഷണൽ ബിസിനസ് ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. ആത്മാർത്ഥമായി ചെയ്യാനുള്ള കാരണം അതിനുള്ള പ്രോഫിറ്റും കാര്യങ്ങളും അതിലുള്ളത് കൊണ്ടാണ്. ഒരുപാട് ആളുകൾ, ഞാനും തുടക്കത്തിൽ ഉംറസ്ഥാനെ ദൂരം എതിർത്ത ആളാണ്. സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഉംറസ്ഥ ഇതിനേക്കാൾ വീണ്ടും ഞാൻ കണ്ടതാണ്, ഒരുപാട് പോയി കയറിയതാണ്, അതുകൊണ്ട് വെറുതെ നമ്മൾ പെടണ്ട,
നഷ്ടപ്പെടുത്തണം എന്ന് പറയും. പക്ഷെ ഈ ഒരു അവസരം മനസ്സിലാക്കി ഇന്നിപ്പോ നിങ്ങൾക്ക് അറിയാം മുറിസ്ഥാൻ പണ്ടത്തെ അവസ്ഥയും ഇപ്പോഴത്തെ സ്ഥിതിഗതികളൊക്കെ അറിയുന്നതാണ്. അപ്പൊ ഏതായാലും ഈ ഒരു അവസരത്തിൽ ഞാൻ കൂടുതൽ വിശദമായി പറയുന്നില്ല. നമ്മുടെ സിദ്ദീഖ് സാർ വിശദമായി സ്വാഗത ഭാഷത്തിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മലപ്പുറം സ്പിന്നിംഗിന്റെ ചെയർമാൻ ആയിട്ടുള്ള പി യൂസുഫ് ഹാജി സാർ ഈ ഒരു വേദിയിലേക്ക് ഉദ്ഘാടന സംഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാവരെയും ഈ വിഷയത്തിൽ അഭിനന്ദിക്കുക. നമ്മുടെ നാട്ടിൽ ഉള്ള ഉമർ മുസ്ലിയാർ എന്ന് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള പോത്തുപുരയിൽ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തന മേഖല ഒരു 2 വർഷത്തോളമായി ഞാൻ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മലപ്പുറം സ്പിന്നിംഗ് മില്ലിലെ തൊഴിലാളികളിൽ ഏർപ്പെട്ട ഒരാള് പരിചയപ്പെടാൻ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഈ ഇതിന്റെ പേര് ഇത് മൈ ലൈഫ്, അപ്പൊ അതിന്റെ വിപണനമായി നടത്തുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇദ്ദേഹത്തിന് ചോദിച്ചു, ഇങ്ങനെ ഒരാളുണ്ടല്ലോ. അപ്പൊ അയാളതിന്റെ ടോപ്പ് ലീഡറാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ പുറത്തെ അടുത്താണ് എന്റെ നാട്. അപ്പൊ അയാൾക്ക് വലിയ സന്തോഷം. അപ്പൊ അങ്ങനെ നമ്മൾ അറിയപ്പെടാത്ത ഒരു മേഖലയിൽ തന്റെ സാന്നിധ്യം കൊണ്ട് വലിയ കഴിവ് തെളിയിക്കുകയും അത് വലിയ സ്ഥാനത്തെത്തിക്കാനും പറ്റിയിട്ടുണ്ട് ഈ കാര്യം കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സിദ്ദീഖ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും അതോടൊപ്പം ഈ നാട്ടിലുള്ള യുവാക്കളും യുവതികളുമായ ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും ഗുണം ഇതുകൊണ്ട് കിട്ടുകയാണെങ്കിൽ അത് ഞങ്ങളൊന്നും അതിന് തടസ്സമാവാൻ പാടില്ല എന്ന് മാത്രമല്ല, അതിന് ആവശ്യമായതെല്ലാം സാന്ദർഭികവശാൽ ഈ മഹലിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഈ വിഷയത്തിൽ മുഖ്യാധികാരി വിളിച്ചെന്ന് അവർ പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ പരിപാടിയും മനസ്സിലാക്കി ഇതൊന്ന് കാണാൻ വേണ്ടി അറിയാൻ വേണ്ടി വന്നതാണ്. ഏതായാലും നിങ്ങളെ ഈ ചെറിയ ഈ നമ്മളെ പല്ല് തേക്കുന്ന പേസ്റ്റ് തന്നിട്ടാണ് കാര്യം സാധാരണ കൊടുക്കൽ. 150 റുപ്യുള്ളൂ. ബാക്കിയുള്ള ഒരു സാധനത്തിൽ ആവില്ല. ബുക്കായിട്ട് മുളവട്ടം. അപ്പൊ ഞാൻ അമ്മൂട്ടി മാഷ വീഡിയോ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഏതായാലും ഞങ്ങളാരെയും ഈ വിഷയത്തിൽ നിങ്ങൾ ക്ഷണിക്കേണ്ട. ഞങ്ങൾ ക്ഷണിച്ചൊക്കെ ഒക്കെ ക്ഷീണമായിരിക്കും. അതുകൊണ്ട് ഞാനും പാട്ടത്തിലൊക്കെ ഇത് കാണാം. ഏതായാലും എല്ലാവിധ ആശംസകളും നേരെയാണ്. നമ്മുടെ നാട്ടിലുള്ള 850 വീടുകൾ ഉള്ള ഒരു വലിയ മഹലാണ് നമ്മുടെ ഈ മഹല്. ഈ മഹലിലുള്ള സ്ത്രീകളായ ആളുകൾക്ക് ഏറ്റവും നല്ല ഒരു മെമ്പർ സ്ഥാനമൊക്കെ ഒഴിവാക്കിയിട്ട് വലുതൊക്കെ നല്ലൊരിക്കുള്ളത്. ഇങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും. ഏതായാലും ചെറിയ നമ്മൾ മെമ്പറായാലും വലിയ സ്ഥാനമാണെങ്കിലും ശമ്പളമൊന്നും ഉണ്ടാവില്ല. അതാ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ജീവിക്കാൻ അത് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് വലിയ ഗുണം ഇത് ഒറ്റയ്ക്ക് വേണ്ടിയാൽ ഇതിന്റെ സിൽസില ഭയങ്കര. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഗുണം കിട്ടാൻ പറ്റിയ ഒരു മാർഗം കൂടിയാണ് എന്നുള്ള നിലക്ക് ഈ യുവാക്കളായ സിദ്ദീഖ് ഒരു 6-7 വർഷം മുമ്പ് ഒരു ചാനലൊക്കെ തുടങ്ങി അതിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. ഓണപ്പോയിലൊക്കെ എടുത്ത് ചാടണമെങ്കിൽ വലിയ മോശം ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഒന്നും കാണാതെ പോയി നിൽക്കില്ലല്ലോ. ഏതായാലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതോടൊപ്പം നമ്മുടെ ഈ നാടിന് ആവശ്യമായ രൂപത്തിലുള്ള എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനും കൂടി നിങ്ങൾ കണ്ടെത്തരാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ സിദ്ദീഖ് ഇപ്പോഴാണ് ഈ രംഗത്തേക്ക് വരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉമർ മുസ്ലിയാർ ഈ രംഗത്ത് വരികയും അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരുവിധം ആളുകളൊക്കെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചതായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്കറിയാം. നമ്മളൊക്കെ വേറെ ബിസിനസ്സുകാരുമാകുമ്പോൾ നമ്മുടെ ആദ്യം കാര്യങ്ങളൊക്കെ വർഷങ്ങളൊക്കെ നോക്കി പഠിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് നമ്മള് വേറൊരു മേഖലയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് അതിന് ശ്രദ്ധ കൊടുത്തിട്ടില്ല. പിന്നീട് ആ ഗ്രൂപ്പ് ഒഴിവാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴായിട്ട് കണ്ടിട്ടില്ല. ഏതായാലും നല്ലൊരു സംരംഭത്തിനാണ് ഇപ്പൊ സിദ്ദീഖും ഇതിലേക്ക് തുനിഞ്ഞിറങ്ങിയത്. കാരണം സിദ്ദീഖ് നേരത്തെ സൂചിപ്പിച്ച പോലെ 6 വർഷത്തോളമായി ചാനൽ പ്രവർത്തനമായിട്ട് നടക്കുകയാണ്. അവന്റെ ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉമർവാസിലേക്ക് ബന്ധപ്പെട്ട ഒരു മരുന്ന് വാങ്ങി കഴിച്ച സമയത്ത് അതിന്റെ ഗുണം അവനെ വളരെയധികം ഇതിലേക്ക് ആകർഷിക്കുകയും ഇതിനെപ്പറ്റി ശരിക്കും പഠിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്ത പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ മേഖലയിൽ കാലിച്ചിരിക്കുന്നത്. ഏതായാലും നമ്മൾ അറിഞ്ഞിടത്തോളം ശരീരത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ല നല്ല മരുന്നുകളും കാര്യങ്ങളാണ് ഈ കമ്പനി ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് എല്ലാവർക്കും
ഇപ്പൊ യൂസഫാജി പറഞ്ഞോടെ സാമ്പത്തികമായിട്ടുള്ള പൈസ മുടക്കുന്ന കാര്യത്തിലുള്ള വിഷമങ്ങളാണ് എല്ലാവർക്കും ഉണ്ടാകുക. സാധനങ്ങളൊക്കെ നല്ല ഗുണമേന്മയുള്ള സാധനങ്ങളാണ്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഏറെ സന്തോഷമുണ്ട് ഇവിടെ നിർത്തുമ്പോ. കാരണം ഈ EMI ലൈഫിന്റെ കുറെ സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ച ആളാണ്. ഇപ്പൊ വീട്ടിൽ വാങ്ങിയിട്ടുണ്ട്. വിൽപ്പനയിലേക്ക് പോയിട്ടില്ല. ബൾബ് പിന്നെ ഇതിലേക്ക് വരണമെന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് പറ്റാത്തത് കൊണ്ട് അതിലേക്ക് വന്നിട്ടില്ല. പിന്നെ സാധനം വാങ്ങി ഉപയോഗിക്കാറുണ്ട്. അത് പിന്നെ നല്ല സാധനങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതേപോലെ ഇതില് ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അവർക്ക് നല്ല ഒരു ജോബാണ് കൂടെ പറയാണ്. കുറച്ച് നമ്മള് പിന്നെ അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള വരുമാനം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പലരിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇവിടെയൊക്കെ എല്ലാവരും പറഞ്ഞ പോലെ പിന്നെ ഉമർ മുസ്ലിയാർ ആദ്യം പിന്നെ ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നെന്ന് പറഞ്ഞ് പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അത്ര നമ്മളൊരു പ്രാധാന്യത്തോടു കൂടി അത് കണ്ടിട്ടില്ല. എങ്കിൽ പോലും ഇപ്പൊ പലരുടെയും സംസാരത്തിൽ പിന്നെ ഉമർ മുസ്ലിയാർ ചെയ്യുന്ന ആ ബിസിനസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ ഇവിടെ ഒരുപാട് ആളുകൾ ഇതില് പിന്നെ മുന്നോട്ട് വരുന്നുണ്ട്. അസീനത്താക്ക സജീവമായിട്ട് ഇറങ്ങുന്ന ഒരാളാണ്. അപ്പൊ അതേ എല്ലാവരും ഇതിലേക്ക് വന്നുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിന് നമ്മൾ ഇല്ലാതാക്കാതെ മുന്നോട്ട് പോവാന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. എന്നോട് നിൽക്കുന്ന തരത്തിൽ ഉമർമന്യാരെ ഫേസ് ചെയ്യാൻ എനിക്ക് പ്രയാസമുണ്ട്. സത്യം ഞാൻ ഇതിന്റെ അയൽവാസിയാണ്. പക്ഷേ എനിക്ക് മൂപ്പര് ഇതിലിറങ്ങി അന്നവർക്ക് ഇതിനെ നിരന്തരമായി ശല്യം ചെയ്യും. ശല്യം ചെയ്യാതെ എന്റെ ഒരു ദ്രോഹമാണ് മോശമായിട്ട് അറിയില്ല. അപ്പോ നമ്മൾ ഇതൊക്കെ പറഞ്ഞ മാതിരി ഓരോ മുനിസിപ്പാലിറ്റി പാർട്ടിയൊക്കെ വലിയ ബിസിനസ് ആണെങ്കിൽ നമ്മൾ സംഘടന അതിനൊക്കെ നമ്മുടെ ഓട്ടത്തിലാണ്. അപ്പൊ നമുക്കിതിന് സമയമില്ലാത്തതാണ്. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമുക്കൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നു സത്യത്തിൽ എനിക്കുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സിദ്ദീഖ് പറഞ്ഞ മാതിരി പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഇതിനൊരു പോസിറ്റീവ് വശമുണ്ട്. നമ്മളെപ്പോലുള്ളൊരു സാമ്പത്തികമായ അത്ര ഫോർവേഡ് അല്ലാത്ത പ്രദേശത്ത് ഓരോ കുടുംബത്തിന്റെയും സാമ്പത്തികമായ അടിത്തറ വളരെ സ്വയം പര്യാപ്തമാക്കാനുള്ളതാണ്. അപ്പോൾ ഏതൊരു കുടുംബ സാഹചര്യത്തിലും ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. ചിലപ്പോൾ ഭാഗത്തിൽ ഇപ്പോൾ റൂമിലിരിക്കുന്ന പറഞ്ഞത് അടികാലത്ത് കോടികൾ മുടക്കിയിട്ടിട്ടാണ് തുച്ഛമായ പൈസ പാടുന്നത് കിട്ടുന്നത്. പക്ഷെ ഉമർ മൗലവി നമ്മുടെ മൗലവി നിസ്സാരമായ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ലക്ഷങ്ങൾ മാസത്തിൽ വാങ്ങുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു സമർപ്പണമാണ്. പിന്നെ വലിയേറെ കണ്ട് നമ്മൾ നിന്നാൽ നമ്മളാവുന്ന വിശ്വാസമില്ല. വലിയേറെ ഡെഡിക്കേറ്റഡ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് കാണാറുണ്ട്. ഒരു ബിസിനസ് മൈൻഡിലേക്ക് പോകുന്ന സമയത്ത് അതിനെ സമർപ്പിക്കാവുന്നതാണ്. പിന്നെ ഞാൻ മുഖ്യ സ്റ്റാറ്റസ് കേട്ടെങ്കിൽ പലപ്പോഴും പോയി വരുന്ന സമയത്ത് യാത്ര കഴിഞ്ഞ് വരുന്നതൊക്കെ കാണാറുണ്ട്. മുഖ്യ ഞാൻ നിരീക്ഷിക്കുന്നത് അയൽവാസിയാണ്. അങ്ങനെ നിരീക്ഷിച്ചല്ലോ. അപ്പൊ ആ സമയത്ത് മനസ്സിലാക്കുന്നത് കഠിനാധ്വാനം ചെയ്യുന്നു. അതിന്റെ റിസൾട്ട് അദ്ദേഹത്തിനുണ്ട്. ആ തലത്തിൽ സിദ്ദീഖ് ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് കടന്നു വരുന്നത് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഉണ്ടാവും. ആയുഷുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ആളുകൾ ഇഷ്ടംപോലെയുണ്ട്. ഈ എലമെന്റ്സിന്റെ ഒരു ചാമ്പി അത് വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഇത് മുമ്പേ കാണുകയും യൂസ് ചെയ്ത ആളുകളാണ്. ചാമ്പി എന്നുള്ളൊരു തൈലുണ്ട്. വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു തൈലാണ്. എന്ന് വെച്ചാൽ മുട്ടുവേദന, ശരീരവേദനയ്ക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള സാധനമാണ്. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇത് ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ നമ്മളൊരു ബിസിനസ് ഉണ്ട്. നമ്മൾ താഴെത്തട്ടിൽ ഒന്നും ഉപജീവനമാർഗം ചെയ്യാൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളെ ഈ ഉൽപ്പന്നം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നല്ലൊരു ലാഭം കിട്ടി നമ്മുടെ കുടുംബത്തിന് മെച്ചം വരുമെന്നാണ് നമ്മൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേട്ട് അറിഞ്ഞിട്ടല്ലോ. കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ അനുവദിക്കാൻ എന്നോട് ഇത് പ്രൈസ് ഉണ്ട് വെച്ചാൽ 150 റുപ്യ എന്നിട്ട് സാധനം ഇതാണെന്നാണ് മനസ്സിലാക്കിയത്. ഇതിലൂടെ നമ്മൾ ഇപ്പോൾ ക്ലാസ് വെച്ച് കേട്ട അടിസ്ഥാനത്തിൽ വലിയ കുഴപ്പമില്ലാത്തൊരു സാധനമാണെന്ന് ക്ലാസ്സിലൂടെ മനസ്സിലാക്കുന്നുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെ മറ്റു കാര്യങ്ങൾ നമ്മൾ ഓരോ വാങ്ങി ഉപയോഗിച്ച് അതിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ എന്തും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മളിപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള ക്ലാസ്സൊക്കെ പറഞ്ഞതല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ പറഞ്ഞത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സംബന്ധിച്ച് മെച്ചവും കാര്യങ്ങളും ഉണ്ടാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ
നമുക്കിതിനൊരു പങ്കാളിത്തം ഉണ്ടാക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഞാൻ നേരത്തെ തന്നെ ഈ ഒരു ഗ്യാങ്ങിൽ പെട്ടിട്ടുണ്ട്. പറഞ്ഞോളൂ, ഇതൊരു ചെയിനാണ്, നല്ലൊരു ചെയിനാണ്. ഈ ചെയിനിലേക്ക് നമ്മൾ കയറി നിന്നാൽ ഈ ഒരു കുളത്തെ കറക്റ്റ് കുളത്തിയാൽ അത് ഗുണമുണ്ടാവുന്നതിൽ യാതൊരു സംശയമില്ല. ഒരുപാട് ഇൻകം കിട്ടിയ ഒരാളാണ് ഞാൻ. പിന്നീട് എനിക്ക് ഇതിലേക്ക് സജീവമായി ഇറങ്ങാൻ, അതായത് ഞങ്ങൾക്ക് ടീച്ചറൊക്കെ ഉള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് രാവും പകലും അധ്വാനിച്ചാൽ പോലും വാർഡ് മെമ്പറെ പണി തീരൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് എൻഗേജ് ആയതുകൊണ്ട് ഇതിൽ സജീവമാവാൻ കഴിയുന്നില്ല എന്നതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം. പിന്നെ മറ്റൊരു വലിയൊരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ആർക്ക് ഒരു സാധനം കൊടുത്താൽ, ഏതൊരു വസ്തുവാണെങ്കിലും അത് കൊടുത്ത ആള് അത് മോശമായി പോയി എന്ന് പറയുന്ന ഒരവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതൊരു വലിയ നേട്ടമാണ്. കാരണം നമ്മൾ പലപ്പോഴും പല ആളുകളെയും വഞ്ചിക്കപ്പെടുന്നതും വഞ്ചിക്കുന്നതും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്ക് ധൈര്യപ്പെട്ട് ഏത് കാര്യത്തിലാണെങ്കിലും, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ക്യാൻസർ രോഗി, ഒരു ക്യാൻസർ പേഷ്യന്റ് അവർക്ക് കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പേഷ്യന്റിന് വേണ്ടി 95 പിന്നെ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാല് അവർക്ക് കൗണ്ട് കൂടാനും ക്ഷീണമില്ലാതിരിക്കാനും ഏറ്റവും നല്ലത് ഈ ഒരു വസ്തുവാണ്. അപ്പൊ അതൊക്കെ നമുക്ക് തരുന്ന ഒരു എനർജി ഇതിലേക്ക് കൂടുതൽ ഇൻവോൾവ്ഡ് ആവാനും അതുവഴി നമുക്ക് വലിയ നേട്ടമൊക്കെ ഉണ്ടാക്കാൻ സാധ്യമാകുന്നതുമാണ്. പക്ഷെ നമുക്കൊക്കെ സമയമില്ലാത്തതുകൊണ്ടാണ് ഇനി 2 വർഷം കൂടി നമ്മുടെ മുന്നിൽ ഈ മെമ്പർ സ്ഥാനമുള്ളത്. അത് കഴിഞ്ഞ് ഇതിലേക്ക് സജീവമാകും എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അസീനത്താത്തൊക്കെ നേരത്തെ വേറൊരു കമ്പനിയിലേക്ക്, ഞാൻ അന്ന് ഇതിലാണ്. അന്ന് ഞാൻ അസീനത്താത്തിനോട് പോയി ഈ വിഷയം പറഞ്ഞപ്പോ അസീനത്താത്ത പറഞ്ഞ എനിക്ക് എല്ലാം കൊണ്ടെടുക്കാൻ കഴിയില്ല, എന്നൊന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞു. പക്ഷെ നിരന്തരം ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു അസീനത്താത്തിനെതിലേക്ക് കൂട്ടാൻ. അങ്ങനെ അസീനത്താത്ത ലാസ്റ്റ് ഇതിലായി, ഇതിന്റെ വലിയ ലീഡറായി എന്നാണ് പിന്നീട് കേൾക്കാൻ സാധ്യമായി. അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ജ്യേഷ്ഠനാണ് ഇവിടെ ഷോപ്പിയൊക്കെ ആരംഭിച്ചത്. ഇവിടെ തൊട്ടടുത്ത വീട്ടിലെ റിയാസിന്റെ അവരൊക്കെ ജ്യേഷ്ഠന് ബന്ധപ്പെട്ടവരോ പറഞ്ഞത് ഞാൻ അതിനെ കിട്ടിയാന്ന്. അങ്ങനെ ഒരാളെ വഞ്ചിക്കാനോ ആവാനോ ആ തരത്തിലേക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തിയ. പക്ഷെ പിന്നീടാണ് ഈ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുന്നതും മുന്നിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അനുഭവങ്ങളാണ് പലപ്പോഴും നമുക്കൊരു പാഠമാണ്. അപ്പൊ അതേപോലെ വലിയ അനുഭവങ്ങൾ നമുക്കൊക്കെ സമ്മാനിച്ച വസ്തുക്കളാണ് ഇതിന്റെ ഓരോ ഉൽപ്പന്നവും. അപ്പൊ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അതുവഴി ഉണ്ടാകുന്ന നേട്ടങ്ങൾ നമ്മൾ ആസ്വദിക്കുകയും അതോടൊപ്പം മറ്റുള്ളവരെ ആ ഒരു നന്മയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത് നമുക്ക് ഈ നാട്ടിൽ തന്നെ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ സാധ്യമാകും. അതിന് സാധ്യമാകട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ്. ഞാൻ 3 കൊല്ലം മുന്നേ ഇതിലേക്ക് വന്നത്, ഇത് പഠിച്ചു വന്നതൊന്നല്ല. എന്റെ മകള് ഒരു അസുഖം മാറി. ആ അസുഖം മാറിയ സമയത്ത് എന്ത് ചെയ്തു, നല്ലതാണ് ബോധ്യപ്പെട്ടു. അപ്പൊ ഞാൻ മോളോട് ചോദിച്ചു, അല്ലെ മോളെ 10-15 കൊല്ലം പഴക്കല്ലേ മെൻസസിന്റെ വേദനയായിരുന്നു, ശക്തമായ വേദന, കമഴ്ന്ന് കിടന്നിട്ട് കാല് നെറ്റിട്ടടിക്കാൻ. ഇതാവളോ പരിപാടി. മാസത്തിൽ 3 ദിവസം. ഇത് കണ്ട് സഹിക്കാൻ പറ്റൂല. നമ്മള് വലിയ വൈദ്യന്മാരെ നെരുക്കിനി അവിടെ കൊണ്ടുപോയിരിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും മാറ്റല്ല. അവര് കൊടുത്ത് ആയുർവേദിക്ക. പിന്നെ അവസാനം കൊടുക്കുന്നത് പനഡോളാണ്. പനഡോൾ കൊടുത്താൽ ഒരു അരമണിക്കൂറിനടുത്തേക്ക് സമാധാനം കിട്ടും. അതിനെ തിരിച്ചു വന്ന് അരമണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും വേദന കിട്ടും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം മദ്രസയിൽ നിന്ന് ഒഴിവായി വീട്ടിൽ നിന്ന് എത്തിയ സമയം ഉപ്പായിന്റെ ആ രോഗം മാറി. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെ മാറി മോളി? അപ്പൊ ഇങ്ങനെ ഒരു വുമൺ കമ്പാനി എന്നിട്ട് പ്രൊഡക്റ്റ്, പിന്നെ ഈ സംഭവം ഇത് IFSR കൊടുവള്ളി സ്റ്റാൻഡിന് അവിടുന്ന് കൊടുത്തതാണ്. പുതിയാപ്പിളയായിട്ട് പരിചയപ്പെട്ട്. അപ്പൊ പുതിയാപ്പിള സംസാരത്തിന്റെ ഇടയിൽ പറഞ്ഞു, ഇങ്ങനെ ഭാര്യക്ക് ഇങ്ങനെ വിഷയമെന്നു. ഇത് കഴിച്ചു നോക്കി. ഇത് ഒരു ബോട്ടിൽ കഴിച്ചിട്ടുണ്ട്. നമ്മൾ പറയാനും 3 ബോട്ടിൽ കഴിക്കാനാണ്, ഒരു ബോട്ടിൽ മാത്രം ഇത് കഴിച്ചില്ല. ഒരു ബോട്ടിൽ കഴിച്ചപ്പോൾ മാറി സന്തോഷം പറയാൻ എന്റെ അടുത്ത് വന്നു. അപ്പൊ ആ സമയത്ത് തന്നെ അവർക്ക് ഒരു കുറി കിട്ടിയിരുന്നു. 1 ലക്ഷത്തിന്റെ കുറി ഉണ്ടായിരുന്നു. അപ്പൊ ആ കുറി കിട്ടിയാലും അത് ആ കറി പറഞ്ഞു. അപ്പൊ ഞാൻ പുതിയാപ്പിളിനോട് ചോദിച്ചിരുന്നാൽ ഇങ്ങനെ മോളെ ഈ അസുഖം മാറി ഈ ഒരു 50 ഉറുപ്പിക എനിക്ക് കടം തരുമോ, ഞാനൊരു മാസം കൊണ്ട് ഈ പ്രൊഡക്റ്റ് വിറ്റിട്ട് നിങ്ങൾക്ക് തരാം. അപ്പോ ഞാൻ 50,000 ഉറുപ്പിക എനിക്ക് കടം തന്നു. അപ്പം തന്നെ തന്നു.
അപ്പം തന്നെ ഞാൻ ചെയ്ത് അയ്യൂബ് സാർ വിളിച്ചു 50,000 രൂപയുടെ സാധനം വീട്ടിൽ എത്തിച്ചു. അപ്പൊ ഇതേതാ കമ്പനി, ഇതെന്താ പ്രൊഡക്റ്റ് എന്നൊന്നും അറിയില്ല. എനിക്കിത് മാത്രമേ അറിയൂ. ഏത് എന്റെ മോളെ അസുഖം മാറ്റിയ മാറാ രോഗം മാറ്റിയ ഒരു സംഭവം. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് സൂപ്പറാണ് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ചെയ്ത് സ്റ്റാറ്റസ് വെച്ചു. സ്റ്റാറ്റസ് വെച്ചപാടെ എന്റെ പ്രിയ സുഹൃത്തുക്കൾ കുറെ ആളുകൾ എന്താ ചുവന്ന കുപ്പിന്റെ കുറെ പരിപാടി, എന്തോ കച്ചവടം തുറക്കാൻ, മരുന്ന് കച്ചവടം തുറക്കാൻ, വൈദ്യരായ ഡോക്ടറായെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവന്റെ മദ്രസ ഒഴിവായി വീട്ടിലൊന്നും ഇല്ലാതിരിക്കുന്നവരെ മോളെ അസുഖം മാറി. അപ്പൊ എന്റെ അസുഖം എന്ന് വെച്ചാൽ അപ്പൊ ഈ അസുഖങ്ങളിലെ മലപ്പുറത്തുള്ള 2-3 സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു എന്റെ ഭാര്യക്കുണ്ട്, എന്റെ മകൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് കൊറിയർ അയച്ചു കൊടുത്ത് അവർക്ക് എന്റെ മകളെക്കാൾ കഷ്ടമായിരുന്നു എന്റെ ഫസ്റ്റിൽ ഇതിലേക്ക് വന്ന ചേറൂരിലുള്ള അബ്ദുറഹ്മാൻ സാർ. അദ്ദേഹത്തിന്റെ ഭാര്യ വർഷങ്ങളോളായി കഷ്ടപ്പെട്ടു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത. അങ്ങനെ അവരെ ഭാര്യക്ക് മാറിയത് പറഞ്ഞു മുർസ ഇത് ഏതാ സംഭവം, ഇത് ഏതാ കമ്പനി, ഇത് നല്ല പ്രൊഡക്റ്റാണ്, ഇത് കുറെ ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ കൂടുതൽ ഇതിനെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലായി നമ്മളിത് ഈ പ്രൊഡക്റ്റ് നല്ലതാണ് മറ്റുള്ളവരോട് പറഞ്ഞാൽ കമ്പനി ചെറിയൊരു ലാഭം നമുക്ക് തരും, നമ്മളൊരു പരസ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു മമ്മൂട്ടിയോ മോഹൻലാലാവില്ല. അവര് ഉപയോഗിക്കാതെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ പിന്നെ അവര് പരസ്യം പറയുന്നു, നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ട് പരസ്യം പറയുന്നു. ഇതാ വ്യത്യാസം. അങ്ങനെ ഇതിലേക്ക് വന്നു. അങ്ങനെ വന്ന് ഞാൻ ഇതില് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ആളുകൾ വന്നു. പിന്നെ കേരളത്തിൽ മൊത്തം ഇപ്പം ഇന്ത്യയിൽ മൊത്തം ബോംബെ അതുപോലെ മറ്റു പല രാജ്യങ്ങളിലും പിന്നെ കോയമ്പത്തൂര്, കർണാടക പല സ്ഥലത്തും ടീമായി അവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഒക്കെ ഒരു പേസ്റ്റ് വാങ്ങിയാൽ എന്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്യും, കമ്പനി വരുമാനം വരും. ഇതൊന്നും അന്ന് ഞാൻ ആലോചിച്ചല്ല. ഞാനിങ്ങനെ കുറച്ച് സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കാനെന്നുള്ളത് തുടങ്ങിയതാണ്. പക്ഷെ ഇത് ചിന്തിക്കുന്ന ആളുകൾ, നമ്മൾ ഈ വീട്ടുകാരനായ സിദ്ദീഖ് സാറ് തുടക്കത്തിൽ ഇതിനെ പിന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നിരുത്സാഹപ്പെടുത്തിയതുമാണ്. അത് പല നിലക്കും എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നാട്ടുകാരാണെന്നാലും നമുക്കറിയാൻ കഴിയില്ല. പക്ഷെ പിന്നീട് അദ്ദേഹം എന്നോടൊരു ഗ്യാസിന്റെ പ്രോബ്ലം പറഞ്ഞു. അതിന് നമ്മള് പ്രൊഡക്റ്റ് ലിവേഗയും പറഞ്ഞു കൊടുത്തു. അതിന് 2-3 ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്ത് നെഞ്ചച്ചിന്റെ വ്യത്യാസം വന്ന സമയത്ത് അദ്ദേഹം പഠിച്ചു മനസ്സിലാക്കിയത് ഇതൊരു വലിയ സംഭവമാണെന്ന് മനസ്സിലാക്കി. ഇപ്പൊ സജീവമായിട്ട് ഇവിടെ ഒരു ഹോം മീറ്റിംഗ് ഇത് വിളിച്ചത് ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്, ഇങ്ങനൊരു സംഭവം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാനാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണ്, ഈ അയൽവാസികളായ ആളുകൾ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഡോക്ടറും വൈദ്യന്മാരും ഒന്നുമല്ല, നമ്മൾ ഇവിടെയുള്ള വെൽനസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞല്ലേ, പങ്കജ കസ്തൂരി അതുപോലെ തന്നെ മറ്റു പല അങ്ങാട്ടിൽ നിന്ന് പലതും നമ്മൾ വാങ്ങില്ലേ, അതുപോലെ തന്നെ അത് ഫുഡ് ഐറ്റംസ് പെട്ടതാണ്, ഇതും ഫുഡ് ഐറ്റംസ് പെട്ടതാണ്. അപ്പൊ നമ്മൾ വാങ്ങിക്കഴിച്ചാൽ നമുക്ക് നല്ല റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് അന്ന് 7,000 രൂപ 7,500 രൂപയാണ് എന്റെ മദ്രസ നൽകുമ്പോൾ കിട്ടുന്ന ശമ്പളം. അതിൽ നിന്ന് ഇന്ന് മാസത്തിൽ 1 ലക്ഷത്തിന്റെ മേലെ 1.25 ലക്ഷം, 1 ലക്ഷം, 1.25 ലക്ഷം, 1.5 ലക്ഷം, ആഴ്ചയിൽ 1 ലക്ഷം, 1.5 ലക്ഷം കിട്ടിയ ദിവസം ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച മുതൽ പിറ്റേത്തെ വെള്ളിയാഴ്ചന്റെ ഇടയിൽ 1,35,000 രൂപ ആഴ്ച വരുമാനം കിട്ടി. അടുത്ത ആഴ്ച കഴിഞ്ഞ ആഴ്ചത്തെ വരുമാനം എനിക്ക് അടുത്ത ആഴ്ച വരാനുള്ളത്. അടുത്ത ആഴ്ച ഒരു 80-82 രൂപ അടുത്ത ആഴ്ച വരാനുണ്ട്, ഒരാഴ്ച വരുമാനം. അപ്പൊ ഈ വരുമാനം വരുന്ന അവസ്ഥയിൽ നമ്മൾ അവിടേക്കൊന്നും നമ്മൾ എത്തിയില്ലെങ്കിലും ആഴ്ചയിൽ എന്ത് ചെയ്യും, ഒരു 1,000 രൂപ അല്ലെങ്കിൽ ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 1,500 രൂപ ഇപ്പൊ തൽക്കാലം കിട്ടാൻ വല്ല മാർഗം ഉണ്ടോ നോക്കാം. അത് നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിയ ആളുകൾക്ക് കൊടുക്കുക. പരിഹാസങ്ങളും കളിയാക്കലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. അങ്ങനൊക്കെ നോക്കി നമുക്ക് മുന്നോട്ട് നീങ്ങൂല. ഏതായാലും ഇതുവരെ ബിഎസ്ആർ പറഞ്ഞു, നമ്മളെ പിന്നെ ഈ വന്നൂര് മഹലിൽപ്പെട്ട അല്ലെ ഈ വാർഡിൽപ്പെട്ട പല പ്രഗത്ഭന്മാരായ ആളുകളും ഇവിടെ വന്നു. അവരൊക്കെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാണ്. വഹീദ മേഡം പറഞ്ഞു, പിന്നെ അവർക്ക് പ്രൊഡക്റ്റ് റിസൾട്ട് കിട്ടിയാണ്. VP അഷ്റഫ് സാർ പറഞ്ഞു, അതുപോലെ തന്നെ യൂസുഫ് ഹാജി പറഞ്ഞു, അബൂബക്കർ ഹാജി പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, KT റൌഫ് പറഞ്ഞു, ഇപ്പം ബിജു സാറും പറഞ്ഞു. അപ്പൊ അവരൊക്കെ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടാണ് അവർ പറഞ്ഞത്. നമ്മൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇത് മാത്രമാണ് ഇതിൽ ചെയ്യേണ്ടത്. ഏതായാലും ഈ മീറ്റിംഗിലൂടെ കംപ്ലീറ്റും ചെയ്യുകയാണ്. Show your style, grow up with my lifestyle. Live your dream, tension free, fly high with my lifestyle.